അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈമൂൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. അങ്ങനെ ഇപ്പോൾ 9ാമത്തെ നോമ്പായി അല്ലേ. അപ്പം ഇന്ന് ഞാനിത് 8ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. എന്തെങ്കിലും ഒരു ചായക്കടി പണ്ടേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ശീലമായിട്ട് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഇപ്പോൾ ഒന്നാമത് ഭയങ്കര ചൂടായതുകൊണ്ട് അടുക്കളയിലൊക്കെ ഇറങ്ങാൻ ഭയങ്കര മടിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ഐറ്റംസും, പിന്നെ നാസ്തയാണെങ്കിൽ അതും ആളെണ്ണീട്ട് എന്ന് പറഞ്ഞ പോലെ കുറച്ച് കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് മാറ്റ് സമൂസയാണ് ഉണ്ടാക്കിയത്. ഷീറ്റ് ഉണ്ടായിരുന്നു സമൂസൻ്റെ, അപ്പോൾ സമൂസ തന്നെ ഉണ്ടാക്കാണ്ട് അതിനൊന്ന് മാറ്റി പിടിച്ചിട്ട് മാറ്റ് സമൂസ ഉണ്ടാക്കി. പിന്നെ ഉന്നക്കായ ഉണ്ടായിരുന്നു. അപ്പം ഉന്നക്കായ ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചതാണ് എടുത്തത്. മെന്നാന്ന് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. പിന്നെ അത് ആവശ്യത്തിന് നമുക്ക് എപ്പോൾ വേണേലും എടുത്തിട്ട് പൊരിക്കാമല്ലോ. പിന്നെ എന്തായാലും നോമ്പ് തുറക്കാൻ ഇപ്പം ഒരു ഡ്രിങ്കും ഇല്ലാണ്ട് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വത്തക്ക തന്നെയാണ് ഉണ്ടാക്കിയത്. അത് 2 തരത്തിലാണ് ഇന്നത്തെ ഈ ഒരു വത്തക്ക ഉണ്ടാക്കുന്നത്. പിന്നെ നാസ്തയാണ്, അതെന്തായാലും ചോറ് തന്നെയാണ്. കുറച്ച് മീൻ കിട്ടിയപ്പം ചോറ് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നോമ്പിൻ്റെ മുമ്പേ കുറേ നാളായിട്ട് ഇങ്ങനെ ചക്ക കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അവസാനം നോമ്പിനാണ് ചക്ക കിട്ടിയത്. അതും ചെറിയ ചക്കയാണ്, നല്ല ചള്ള് ചക്കയാണ്. അപ്പം പിന്നെ അത് കടുകിടാന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ഇന്ന് കുറച്ച് മീനും കിട്ടി, മണങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം മുളകിട്ടതും ഈ ചക്ക കടുകിട്ടതും, പിന്നെ അതുപോലെ തന്നെ നാസ്തക്ക് പിന്നെ വേറെ ഒന്നും നോക്കണ്ട, ചോറ് തന്നെയാണ്. കാരണം വേറെ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ ചക്കയൊന്നും തിന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് തിന്നാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മെയിൻലി ചോറ് തന്നെയാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ നാസ്ത ചോറ് തന്നെയാണ് ആക്കിയത്. നമ്മളിവിടെ വീട്ടിൽ കൂടിയ സമയത്ത് പ്ലാവൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ അപ്പുറത്തെ വീട്ടുകാരുടെ സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് അത് കട്ട് ചെയ്യേണ്ടി വന്നു. ഇല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ചക്ക നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോരുത്തരോട് ചോദിക്കേണ്ടി വരും, ചക്ക ഉണ്ടോ ചക്ക ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. എന്തായാലും ചോദിച്ച് അവസാനം ഒരു ചെറിയൊരു ചക്കയാണെങ്കിൽ അത് ഒരാൾ കൊണ്ടുത്തന്നു. അടിപൊളിയായി. നോമ്പിന് മുമ്പേ കിട്ടുമ്പോൾ നമുക്ക് ഉച്ചക്ക് തിന്നുന്നതിൻ്റെ ആ ഒരു ഫീൽ എന്തായാലും രാത്രി കിട്ടണം എന്നില്ലല്ലോ. പക്ഷേ എന്തായാലും എന്താ കൊണ്ടു തന്നതുകൊണ്ട് ചക്ക അവിടെ കടുകിട്ടു, അടിപൊളി ടേസ്റ്റായി ചോറിൻ്റെ കൂടെ. അങ്ങനെ ഈ കൊല്ലത്തെ ആദ്യത്തെ ചക്കയാണിത്. ഇതാ കടുകിടാനായിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. ചക്കക്കുരു അതുപോലെ ചുളയും ഒക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട്, പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഉള്ളിയും കുറച്ച് പച്ചമുളകും 2-3 അല്ലി വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കിപ്പം ചെറിയ ചക്കയല്ല, ഒരുപാട് മൂത്തിട്ടൊന്നും ഇല്ലല്ലോ, ചള്ള് ചക്കയാണ്. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചക്ക ചെയ്ത 2 വിസിലിന് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയേണ്ടത്, പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ മൂടി തുറന്നത്. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതിനെ ഒന്ന് തുറന്ന് വെച്ചിട്ട് അങ്ങ് വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കും വെറും ചോറ് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതിന് കടുകിടണം. അപ്പോഴേക്കും ഞാനിപ്പം ചിക്കൻ്റെ ഒരു മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉള്ളിയും അതുപോലെ ക്യാരറ്റും പച്ചമുളകും കുറച്ച് നെയ്യിലിട്ട് നന്നായിട്ട് മാളിച്ചെടുക്കണം. പിന്നെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ചെറുതായിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ്റെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു. ഈ ഉള്ളി ചിക്കൻ കറി ഉണ്ടാക്കുമ്പം കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാവുമല്ലോ, അതായത് നല്ല തിക്ക് ഗ്രേവി. മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അത് ഒരു കയ്യിൽ ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സാക്കി കൊടുക്കാം. നമ്മൾ പണ്ടേ ഇങ്ങനെ ചിക്കൻ്റെ മസാല ഉണ്ടാക്കുമ്പം കുറച്ച് ഇങ്ങനെയുള്ള ഗ്രേവി അല്ലെങ്കിൽ നല്ല തിക്കായിട്ടുള്ള കറി ഇതിലേക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് വേറെ തന്നെ പൊടികളോ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചിക്കൻ്റെ മസാലയിൽ ഇനി ചേർത്ത് കൊടുക്കണമെന്നില്ല, ഈ ഒരു ഗ്രേവി ഇട്ട് കൊടുത്താൽ. ആ ഗ്രേവി ഇട്ടപ്പോൾ തന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മാളിച്ചെടുത്തതാണ്. നന്നായി മൂത്ത് വന്നപ്പം എല്ലാം കൂടെ അങ്ങ് പിടിച്ച് വന്നപ്പം ഇതിലേക്ക് പൊരിച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഉപ്പും മുളകും മഞ്ഞളും കുറച്ച് മല്ലിപ്പൊടി വേണമെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് കൈകൊണ്ട് ചെറുതായി പിച്ചിയെടുത്തതാണ്. എന്നിട്ട് അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ മിക്സാക്കിയിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. നമ്മുടെ ചിക്കൻ്റെ മസാല റെഡിയായി. ഇത് കിടിലനായിരിക്കും. എല്ലാവരും ഈ ഒരു ടൈപ്പിലൊന്ന് മസാല ഉണ്ടാക്കി നോക്ക്, അടിപൊളിയാണ്. അപ്പം മീൻ ഇവിടെ പൊരിക്കാനായി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മീൻ എന്തായാലും മുളകിടണം. ഈ ഒരു മണങ്ങും അതുപോലെ മാന്തയും മിക്സാക്കിയിട്ടാണ് ഞാനിപ്പം മുളകിടുന്നത്, മീൻ മുളകിട്ടത് ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ സമൂസൻ്റെ ഷീറ്റിന് വേണ്ടിയിട്ടുള്ള മാവ് ഇതാ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായി സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ട് ഇനിയിപ്പം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ചെറിയ ചെറിയ പൂരി പരത്തിയിട്ട് വലിയ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ 1-2 വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് സെപ്പറേറ്റ് ആയിട്ടും കാണിച്ചിട്ടുണ്ട്. ഇന്നലെ മെഞ്ഞാന്നെങ്ങാനും അതും കാണിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഉണ്ടാക്കുന്നതിൻ്റെത്. അങ്ങനെ സമൂസൻ്റെ ഷീറ്റൊക്കെ ഞാനിപ്പോൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മാറ്റ് സമൂസ അല്ല, അപ്പോൾ അതിനായിട്ട് ഒരു നീളത്തിലായിട്ടുള്ള ഒരു ഷീറ്റാണ് വേണ്ടത്. റെക്റ്റാങ്കിൾ ഷേപ്പായിട്ടാണ് ഷീറ്റ് വേണ്ടത്. അപ്പോൾ അതിന് കണക്കായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് കളയണ്ട, നമ്മളത് വേറൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നാളെ അതിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ. മാറ്റ് സമൂസയും ഞാൻ ഇതിനു മുമ്പ് കാണിച്ചതാണെന്ന് തോന്നുന്നു, 1-2 എന്നാലും ഇതിൽ ഞാനിപ്പം പറയാം. ഇങ്ങനെ പ്ലസ് സൈനായിട്ട് ക്രോസ് ആയിട്ട് 2 ഷീറ്റ് നീളത്തിലുള്ളത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ചിക്കൻ്റെ മസാല, നമ്മൾ ഉണ്ടാക്കുന്ന ഏതാണോ മസാല ആ മസാല വെച്ച് കൊടുക്കുക. 4 സൈഡിലും ഇതേപോലെ മൈദ പേസ്റ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് മടക്കിയെടുക്കുന്നതിലൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ എണ്ണ ഉള്ളിലേക്ക് കയറും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിയിലുള്ള ഷീറ്റ് ഉണ്ടല്ലോ, നമ്മൾ അടിയിലേക്ക് ക്രോസ് ചെയ്ത് വെക്കുന്ന ആ ഷീറ്റ്, അതാണ് ആദ്യം ഉള്ളിലേക്ക് മടക്കേണ്ടത്. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് മേലേലുള്ള ഷീറ്റായിരിക്കും, അതാണ് പിന്നെ കവർ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് അടിയിലുള്ള ഷീറ്റ്, അതാണ് പിന്നെ കവർ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ലാസ്റ്റത്തെ ആ ഷീറ്റും കൂടെ കവർ ചെയ്യുക. അപ്പോൾ അത് റൗണ്ടായിട്ട് സർക്കിളായിട്ട് തന്നെയാണ് കവർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അടിയിൽ വെക്കുന്ന ഷീറ്റാണ് ആദ്യം കവർ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ മസാല പുറത്തേക്ക് പോവുകയില്ല, എണ്ണ ഉള്ളിലേക്ക് കയറുകയില്ല. ഇനിയിപ്പോൾ ഇത് സാധാരണ സമൂസയൊക്കെ നമ്മൾ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ ചൂടായി വന്ന എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കണം. അങ്ങനെയാകുമ്പം നമ്മുടെ ഈ ഷീറ്റ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. കുറേ സമയം എത്ര ചൂട് തണിഞ്ഞ് വന്നാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെ ഇതിപ്പം 2 ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിപ്പം എണ്ണയിൽ നിന്ന് നമുക്കങ്ങ് കോരി മാറ്റാം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എണ്ണയൊക്കെ അങ്ങ് കുടിച്ചോളും. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കേണ്ട ഡ്രിങ്കിനായിട്ട് ഞാനിപ്പം വത്തക്കയാണ് എടുത്തത്. വത്തക്ക തന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വത്തക്ക കലക്കിയത് തന്നെയാണ്. ഒരു വത്തക്കൻ്റെ കാൽഭാഗം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടൊരു ബൗളിലേക്ക് ഇടണം. അപ്പോൾ ഇങ്ങനെ വത്തക്ക കലക്കുമ്പം അതിലേക്ക് ചെറിയ ചെറിയ കടിക്കാനുള്ള പീസൊക്കെ കിട്ടണം, എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ജ്യൂസ് പോലെ ആവരുത്, ചെറിയ ചെറിയ കടിക്കാൻ കിട്ടുന്നതാണ് വത്തക്ക കലക്കിയതെന്ന് നമ്മളിവിടെ പറയാം. തൊലി കളഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം കുരുക്കൾ, വലിയ വലിയ കുരുക്കളുണ്ടെങ്കിൽ അതും അങ്ങ് എടുത്ത് മാറ്റി വെക്കണം, എന്നാലാണ് കുടിക്കാനും ടേസ്റ്റ് ഉണ്ടാവാൻ. അങ്ങനെ ഞാനിപ്പം വത്തക്കയെല്ലാം അരിഞ്ഞിട്ടൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ആ കത്തി കൊണ്ട് തന്നെ ഒന്നങ്ങ് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നുറുങ്ങിയിട്ട് കിട്ടും. നുറുങ്ങിയിട്ടാണ് നമുക്ക് വേണ്ടത്, തീരെ ജ്യൂസും അല്ല എന്നാൽ വലിയ വലിയ സൈസും അല്ല, കുറച്ച് നുറുങ്ങിയിട്ടാണ് വേണ്ടത്. അങ്ങനെ അതിപ്പം നന്നായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ആ സ്പൂൺ വെച്ചിട്ടൊക്കെ ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ജ്യൂസൊക്കെ അതിൽ നിന്ന് വരും. പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ചേർക്കണം എന്നില്ല. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നുറുങ്ങി വന്നിട്ടുണ്ട്, കുറച്ച് ജ്യൂസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് എത്രയാണോ വേണ്ടത് അതിന് കണക്കായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇനി നന്നായി മിക്സാക്കി എടുക്കണം. അപ്പം അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുകയും ചെയ്യും. പഞ്ചസാര ഒന്ന് അലിയുമ്പം വെള്ളമാവും, അപ്പോൾ അത്രയും വെള്ളം മതിയാവും. പിന്നെ ലാസ്റ്റ് ഞാനിപ്പം ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കും. അപ്പോൾ എന്തായാലും വെള്ളം കുറച്ചുണ്ടാവുമല്ലോ. അങ്ങനെ ഇതിപ്പം നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പഞ്ചസാരയൊക്കെ അങ്ങ് മെൽറ്റായി വന്നോളും. പിന്നെ ഇതിലേക്ക് ഒരു 2 ഡ്രോപ്പ് എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതലായി പോകണ്ട, അപ്പം നമുക്ക് ആ വത്തക്കൻ്റെ ടേസ്റ്റ് കിട്ടൂല. എൻ്റെ ഒരു ഇഷ്ടത്തിന് ജസ്റ്റ് ചേർത്തു എന്നേ ഉള്ളൂ, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. എസൻസ് അല്ലെങ്കിൽ ഒരു ഏലക്കായൊക്കെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി, ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കലങ്ങി വെള്ളമൊക്കെ ജസ്റ്റ് ജ്യൂസൊക്കെ ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ മിക്സാക്കിയിട്ട് നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വത്തക്ക കലക്കിയത് റെഡിയായി. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. കാഷ്യൂ, പിസ്ത, ബദാമൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഈ വത്തക്കൻ്റെ കൂടെ കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിനിപ്പം ഗ്ലാസ്സിൽ സെർവ് ചെയ്യാം. ഇതൊരു രീതിയിലുള്ള വത്തക്ക കലക്കിയതാണ്. അപ്പം എനിക്ക് പൊതുവേ ഇഷ്ടം എന്ന് പറഞ്ഞാൽ വത്തക്ക കലക്കിയതിൽ കുറച്ച് പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സാക്കിയിട്ട് തിന്നുന്നതാണ്. ഉമ്മാക്ക് ഇതേപോലെ കുടിക്കുന്നതാണ് ഇഷ്ടം. എനിക്കാണെങ്കിൽ കുറച്ച് പാലോ പാൽപ്പൊടിയോ ഒക്കെ ഒന്ന് മിക്സാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് വേറെ തന്നെ ഒരു ഗ്ലാസ്സിൽ അങ്ങനെ ചെയ്യുകയാണ്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വത്തക്ക കലക്കിയതിട്ടിട്ട് അതിലേക്ക് നല്ല കട്ട പാല് അല്ലെങ്കിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം കട്ട പാലാണ് എടുത്തത്, അതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച്. എന്നിട്ട് വീണ്ടും ആ ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് വത്തക്ക കലക്കിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ കട്ട പാലങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും കുടിച്ചപ്പം പാലിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവുന്നത് പാൽപ്പൊടിയാണ്. കുറച്ച്
വത്തക്കയിലേക്ക് പാൽപ്പൊടി ഇട്ടിട്ട് മിക്സാക്കിയാൽ അതാണ് സൂപ്പർ. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അതാണ്. ഇന്നിപ്പോൾ പാൽ കട്ട ഉള്ളതുകൊണ്ട് കട്ട പാലിട്ട് കൊടുത്തതാണ്. അതും ടേസ്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പാൽപ്പൊടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് അരിഞ്ഞിട്ടങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. പിസ്ത കുറച്ച് അരിഞ്ഞിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 ടൈപ്പിലുള്ള വത്തക്ക കലക്കിയതും നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അത് ഉണ്ടാക്കി നോക്ക്, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. നോമ്പിന് എന്താ പറയുക, ദാഹവും ക്ഷീണവും ഒക്കെ മാറ്റാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മാറ്റ് സമൂസയും മധുരത്തോടെയുള്ള ഉന്നക്കായും നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള വത്തക്ക ജ്യൂസൊക്കെ ആയിട്ട് ഇന്നത്തെ നോമ്പുതുറ കഴിഞ്ഞു. പിന്നെ നാസ്തക്കായിട്ട് ഇതാ ചോറാണ്, മീൻ പൊരിച്ചതും മീൻ മുളകിട്ടതും പിന്നെ നല്ല ചക്ക കടുകിട്ടതും ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോൾ നാളത്തെ റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൻ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.